മല കയറാൻ പോയാലൊക്കെ നോക്കി. ഇത് വെറും പാറയല്ലേ, ഇതാണ് പാണ്ഡവം പാറ. ഇവിടെയാണ് ഗീസ് പാണ്ഡവന്മാരെ ഒളിച്ചു താമസിച്ച സ്ഥലം. അതുകൊണ്ടാണ് ഗീസ് ഇവിടെ അറിയപ്പെടുന്നത് പാണ്ഡവം പാറ എന്ന്. ഇതിനകത്തോട്ട് കയറുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് ഗീസ്. ഞാൻ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാമേ ഗീസ്. ഇത് നമ്മുടെ ശ്രീകൃഷ്ണൻ ഒറ്റവിരലെ കൊണ്ട് പൊക്കിയ പാറയാണ് ഗീസ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ താമരപ്പാറകളാണ്. ഇതിൻ്റെ ഓരോത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ ഇപ്പം തന്നെ പറഞ്ഞു തരാം ഗീസ്. ഇതെന്ന് പറയുന്നത് മുട്ടാണ് ഗീസ്, താമരമുട്ട്. ഇതെന്ന് പറഞ്ഞത് പകുതി വിരിഞ്ഞതാണ് ഗെയ്സ്. കറക്റ്റ് അതേ ഗുണങ്ങളുണ്ട്. തൊട്ടപ്പുറത്തുള്ളത് മുഴുവനും വിരിഞ്ഞതാണ് ഗെയ്സ്. കണ്ടോ, അതിൻ്റെ സൈഡൊക്കെ കണ്ട് ഫുൾ വിരിഞ്ഞത് പോണക്ക് തന്നെ ഇരിക്കുന്നില്ലേ ഗെയ്സ്. ഇനി അടുത്ത സൂത്രം കാണിച്ചു തരാം. ഇവിടെയാണ് ഗീസ് പാണ്ഡവന്മാർ ഇരുന്നതും കിടന്നതും ഒക്കെ സ്ഥലം. കണ്ടോ, നിങ്ങൾ ആ പാട് കണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത സൂത്രം കാണിച്ചു തരാവേ ഗീസ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഭീമൻ്റെ കാൽപ്പാടാണ് ഗീസ്. ഇനിയെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ വേറൊരു സൂത്രം കാണിച്ചു തരും. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവേ ഗെയ്സ്. ഗെയ്സ് അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ മന്ദളപ്പാറ കാണിക്കാൻ കൊണ്ടുവന്നാണെങ്കിൽ ഇതുകൊണ്ടിൻ്റെ ശബ്ദം കിടക്കുമ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ രസമില്ലല്ലേ? നമ്മൾ ഇരുന്നതിൻ്റെ പുറകിലെ ആ ഗുഹയിലാണ് ഗീസ് പാണ്ഡവന്മാർ ഒളിച്ചിരുന്ന സ്ഥലം. മുകളിൽ നിന്ന് കാണാൻ നല്ല രസമൊക്കെയാണ് ഗീസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ആസ്വദിച്ച് എന്നിട്ട് നമ്മൾ ആ ശ്രീകൃഷ്ണൻ പൊക്കിയ പാറയുടെ അടുത്ത് പോയി ശ്രീകൃഷ്ണനായിട്ടും ഹനുമാനുമായിട്ടൊക്കെ കളിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തരുവ ഗൈസ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.